ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമുക്കിന്ന് കുറച്ച് ഈ പൂളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പൂളക്കിഴങ്ങ് എന്നാണ് പറയുക, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയുക അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂളക്കിഴങ്ങിൻ്റെ കൂടെ നല്ല ബീഫോ അല്ലെങ്കിൽ നല്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ മീൻ കിട്ടുമോ ഇല്ലയെന്നും അറിയില്ല. എന്തായാലും ഞാൻ കിഴങ്ങുകൊണ്ട് ഉപ്പേരി പോലെ തന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ടുള്ള ഉപ്പേരി വെക്കാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കോമ്പിനേഷൻ സൂപ്പർ ആവില്ലേ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടായിരുന്നു, പുട്ടും ചെറിയ പഴമായിരുന്നു കേട്ടോ. അപ്പോൾ അടുപ്പൊഴിയുന്നതനുസരിച്ച് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ കുറ്റി കേട്ടോ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ കൂടുതൽ വേണ്ട, ഞങ്ങൾ 3-4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കൂടുതൽ വേണ്ട. പക്ഷേ ഷിതുമോനും ഷെയ്മോനൊക്കെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ രാവിലത്തെ കടി ഉണ്ടോയെന്നും ചോദിച്ച് വന്ന് ചായ കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പുട്ടും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ചായ വെക്കണം. ഷിതുമോ മദ്രസയിൽ പോയിക്കാണ്, ഷെയ്മോൻ എണീറ്റിട്ടില്ല. അപ്പോൾ പുട്ടും പഴമൊക്കെ റെഡിയായി അതിന് സെറ്റായിട്ടുണ്ട്. ഇനി ചായ വെക്കണം. ചായ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് ചോറൊക്കെ ഉണ്ട്. അത് തലേ ദിവസത്തെ ചോറാണ്. അപ്പോൾ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒരു പാത്രത്തിലാക്കി വെക്കും കേട്ടോ. ഇനി ഉമ്മ കൊണ്ടുപോയിട്ട് കോഴികൾക്ക് കൊടുക്കുകയാണ് ചെയ്യൽ. പിന്നെ ചോറ് വെച്ച ആ ഒരു പാത്രം കഴുകി വൃത്തിയാക്കി ഇനി പൂളക്കിഴങ്ങ് ആകുമ്പോഴേക്കും നമുക്ക് ചോറും കൂടി വെക്കാമല്ലോ. എല്ലാം അടുപ്പൊഴിനനുസരിച്ച് അങ്ങനെ അടുപ്പത്ത് ചെയ്യലാട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് എല്ലാതും നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സെറ്റാക്കാം അല്ലേ. അങ്ങനെ മൂന്നാമത്തെ കുറ്റിയും പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിഴങ്ങ് അടുപ്പത്ത് വെക്കാം. ഇനി കിഴങ്ങാകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ചായ കുടിക്കണം. ചായ കുടി കഴിയുമ്പോഴത്തേക്കും പൂളക്കിഴങ്ങും റെഡി ആയിക്കോളും അല്ലേ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ആ ഒരു അടുപ്പൊഴിനനുസരിച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിലും ചെയ്യാം, ഗ്യാസിലും അടുപ്പിലൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം അടുപ്പിൽ ചെയ്യാനാണ് കേട്ടോ. കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ വിചാരിച്ചു പഠിച്ചോനെ കുറച്ച് അധികമായി പോയോന്ന്. പക്ഷെ അധികമൊന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കാണ് നമ്മുടെ ഷിതുമോ വന്ന്. അപ്പോൾ അവനക്ക് വേണം പറഞ്ഞിട്ട് അവനക്കും ഞാൻ ലേശം കൊടുത്തു കേട്ടോ. എൻ്റെ ഫുഡിൻ്റെ ഒക്കെ അഭിപ്രായം നോക്കുന്ന ആളാണ് നമ്മുടെ ഷിതുമോ. അപ്പോൾ അവൻ പറഞ്ഞു നല്ല രസമുണ്ടെന്ന്, അവനക്ക് ഇഷ്ടമായി. അപ്പോൾ പൂളക്കിഴങ്ങ് സ്വതവേ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അങ്ങനെ ചോറ് ആയിട്ടുണ്ട്. ഇനി ചോറ് വാർത്ത് വെക്കുക. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങണം കേട്ടോ, അടിക്കലും തുടങ്ങലൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.